ഹേ ഗായ്സ്, നമ്മുടെ പുതിയ ആഷ്കത്തിനായിട്ട് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കും ഞാൻ എന്തിനാ ഈ ഷോള്, കാരണം ഞാൻ ഇന്ന് ഫേസ് റിവ്യൂ ചെയ്യാം. അതൊക്കെ ഫേസ് റിവ്യൂ ചെയ്യാം. ഞാൻ നിന്നുകൊണ്ട് ചെയ്യും കേട്ടോ. 3, 2, 1. Just kidding. ഞാൻ അങ്ങനത്തെ ഫേസ് റിവ്യൂ ചെയ്യുന്ന ആളൊന്നല്ല കേട്ടോ. ഞാൻ ഈ പൊട്ടനെ, ഞാൻ പൊട്ട ചുമ്മാ ഫേസ് റിവ്യൂ വന്നാൽ നീ എത്ര ചിരിക്കും? ഒരു ചിരി ഈക്വൽസ് ഒരു ഫേസ് റിവ്യൂവിൽ ടച്ച് ചെയ്യും. ചിരിച്ചവരുടെ ഫേസ് റിവ്യൂ ചെയ്യുള്ളൂ. നമ്മളെ ലാഫിങ് Force Love Malayalam Chat. Okay guys. Okay. Okay. Just wait. അയച്ചാൽ ഓരോ ഷോർട്സ് കണ്ടിട്ടായിരിക്കും ചിരിക്കുന്നത്. എന്ത് വീഡിയോ കിട്ടുന്നില്ല. സോറി. ഇവൻ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങായിരുന്നു. നിന്നെ കണക്ക് പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്നോ. നിന്റെ കയ്യിൽ 100 ചോക്ലേറ്റ് ഉണ്ട്. അതിൽ 92 എണ്ണം നിന്റെ അനിയൻ എടുത്തു. പിന്നെ എന്തുണ്ടാവും? ഇവൻ നല്ല ഇവന്റെ ഇതിലോട്ടോ ഇവൻ നല്ല സുഖം ഇവൻ നല്ല അച്ഛന് സുഖമില്ലാത്തോണ്ട് അമ്മ ഓഫീസിലേക്ക് വരില്ല. മുത്തച്ഛന് പ്രായമായാൽ മകനൊന്നും അറിയില്ല. 6 കാലായത് കൊണ്ടും റോഡ് വിശാലമായത് കൊണ്ട് തോന്നുമ്പോഴൊക്കെ കയറി വന്നാലുണ്ടല്ലോ ഒരു ചേട്ടനും കൂടി ഉണ്ട്. വീട്ടിൽ ഓർമ്മിക്കുന്ന നല്ലതാ. ഇവൻ നല്ല സുഖമായിട്ട്
സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു. നിന്നെ सुनिए रूम എന്നൊക്കെ എന്ത് പറയാം നോക്കിയേ അടിപൊളി പപ്സ് ആയിരുന്നു കേട്ടോ. കടിക്കുമ്പോ എന്നൊക്കെയുള്ള ശബ്ദം കിട്ടുന്നുണ്ടേ. ക്രിസ്പി. ഇതിന്റെ അകത്ത് മുട്ട എന്തി അത് ഇയാളെ തിന്നിട്ടാണ് ഇത് ഉണ്ടാക്കി. അതല്ല, അത് വെറൈറ്റിക്ക് വേണ്ടി ഒന്ന് മുട്ട എടുത്ത് വെളിയിൽ വെച്ച് പപ്സ് എടുത്ത് കാത്തു വെച്ച് അടിപൊളി പപ്സ് ആയിരുന്നു കേട്ടോ. അടിപൊളി പപ്സ് ആയിരുന്നു കേട്ടോ. കടിക്കുമ്പോ If you also have only 0 ഇവിടെ കിടന്നിരുന്നേ ഫുട്ബോൾ കളിക്കാൻ സ്ഥലമുണ്ടല്ലേ. മയിലുണ്ട്, കടുവയുണ്ട്. പക്ഷെ കാട്ടിലെ രാജാവ് ആരാന്നറിയോ? ആരാ? നെയ്മറാ? ക്രിസ്ത്യാനോ റൊണാൾഡോ? കാട്ടിലെ ആനയുണ്ട്. ഇത്രയും നല്ല കൂട്ടാത്തടക്കുന്ന നീ എന്നെ നേരത്തെ വിളിച്ചു കളഞ്ഞല്ലോ. ഈ കഴിവേറി ചത്തു അല്ലടാ. ഇവന് എനിക്കൊരു 50,000 രൂപ തരാനുണ്ട്. എനിക്കും തരാനുണ്ട് ഒരു 10,000 രൂപ. 5,000 10,000 ഒരു പരനാറിയായിരുന്നല്ലേ ഇവൻ. വെറും ചെറ്റായിരുന്നു നാറി. ഇവനോട്ട് ഹോട്ടലിൽ കഴിക്കാൻ പോകുന്ന അറിയാം. അവന് ദോശ പറയുമ്പോൾ പടം വേണ്ട. എന്നിട്ട് നമ്മുടെ അവിടെ ഇടും. എന്നിട്ട് ബില്ലടയ്ക്കാൻ നേരം അവനോട് കക്കൂസി കയറും. ഒരു ദിവസം ഹോട്ടലുകാർ കൂട്ടിയിട്ടങ്ങ് വരാനുള്ള വാപ്പിളി മുറൻ. ഇവനൊരു കാവയ്ക്ക ഉണ്ടായിരുന്നല്ലോടാ അരുണിമ. കോഴിയായിരുന്നില്ലേ അവനൊക്കെ സെറ്റ് ആവും. പിന്നെ അവക്ക് എല്ലാം ചെറിയൊരു നോട്ടം ഉണ്ടായിരുന്നു. ഈ ഒരു നോട്ടം ഉണ്ടായിരുന്നു. കിണിച്ചോണ്ടിരിക്കുന്നൊക്കെ ഒരാടി അങ്ങ് ഒഴുകണം. എന്റെ കൂട്ടുകാരും എന്നെ ചതിച്ച്. എന്റെ അരുണിമ എന്നെ ചതിക്കത്തില്ല. എന്റെ അരുണിമ ഞാൻ ഇല്ലാതെ എങ്ങനെയാണോ ഇന്നല്ലായിരുന്നു സജിയുടെ 16. അപ്പൊ അവന്റെ വീട്ടുകാരി ഒന്നും വരാണിക്കണ്ടേ. സുഭാഷ് ഒരു ചെറിയ പെൻഷന്റെ വില പറഞ്ഞില്ല. ഇതിന് നല്ല കിടില വീഡിയോ. എന്റെ അച്ഛനായിരിക്കും. എന്റെ കൊച്ചച്ഛൻ. നിന്റെ അച്ഛനാരാ? നിന്റെ വലിയച്ഛൻ. അപ്പൊ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് കം കസിൻസ്. ഇന്ന് നമ്മുടെ +2 റിസൾട്ട് വരും. യെസ്, എന്റെ വലിയച്ഛനെ നിന്റെ കൊച്ചച്ഛനെ നമ്മുടെ റിസൾട്ട് കാണിച്ച് പ്രൗഡ് ആക്കും. അത് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര പോടാ. ഒരു പെണ്ണായിരുന്നു നിന്നെ ഞാൻ പ്രേമിച്ചേ. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് സമ്മതമൊന്നൊക്കെ. അറിയാം, പണ്ട് ഞാൻ കുടുംബക്കാരുടെ കല്യാണത്തിന് ബോറടിച്ചിരിക്കുമ്പോ നിന്റെ ഒരു വരവുണ്ട്. എടാ എനിക്കും ഏതെങ്കിലും കുടുംബ പരിപാടിക്ക് പോയാൽ ആദ്യം എന്റെ കണ്ണ് തരുന്നത് നിന്നെ. ഓർമ്മയുണ്ട സുനിയാമ്മൻ തെങ്ങിന്ന് ഒരഞ്ഞു വീണ് മരിച്ചപ്പോ മരിപ്പൂട്ടി നമ്മളോട് ചിരിച്ച്. മെമ്മറീസ്. എന്റെ ഫേവറേറ്റ് കസിൻ നീയാടാ. എന്റെയും റിസൾട്ട് നോക്ക്. വേഗം ആക്ക്. എന്റെ നോക്കണോ നിന്റെ നോക്കണോ? നോക്കൂ അച്ഛൻ. റിസൾട്ട് വന്നിട്ട് വേണം ഗൾഫിൽ വിടണോ അതോ നാട്ടിൽ നിർത്തി പോറ്റണോ എന്നൊക്കെ ആലോചിക്കുക. വലിയ കമ്പൈൻ സ്റ്റഡി സ്പെഷ്യൽ ക്ലാസ് നൈറ്റ് ക്ലാസ് പോരാത്തിന് തുണ്ട് വെച്ചാണ് ഞങ്ങൾ പരീക്ഷ എഴുതിയത്. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ കോൺഫിഡൻസോ ആകാരമൊന്നുമല്ല. കുന്തളിപ്പാണ് കുന്തളിപ്പ്. കുന്തളിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നിന്റെ അച്ഛൻ വീട്ടിൽ ഉണ്ടാ ഉണ്ട്. ഇന്നലെ വലിയച്ഛനെ പറ്റി പറഞ്ഞു. ചീത്ത പറഞ്ഞാൽ തന്തയ്ക്ക് പറഞ്ഞു. തന്തയ്ക്ക് പറയൂല.
തോറ്റ് ചുമ്മാ സത്യമായിട്ടും. എടാ അതെങ്ങാടാ നീ ജയിച്ചിട്ട് ഞാൻ തോക്കുന്ന. എന്റെ മോൻ പഠിച്ചടാ. എടാ ഞാൻ കൊടുത്ത തുണ്ടിലാണോ അവൻ ജയിച്ചത്? But fate is against you. അയ്യോ എന്റെ അച്ഛൻ ഇപ്പോന്നിരിക്കും പപ്പടത്തിന് മീശ ഒട്ടിച്ച പോലെ. മനസ്സിന് മറയില്ല, സ്നേഹത്തിന് അതിരില്ല. ഇനി നിങ്ങൾ പിരിയില്ല, പിരിയണം. ശങ്കര നീ ഒരു കാര്യം മനസ്സിലാക്കണം, അച്ഛന്മാരുടെ ബുദ്ധിയാണ് മക്കൾക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം പൊട്ടേണ്ടത് നിന്റെ മോനെ. ഞാൻ കുറച്ചൊക്കെ പഠിച്ചായിരുന്നു. കണ്ട അവനവന്റെ കാര്യം നോക്കി പോയി. എന്റെ അച്ഛനാരി, എന്റെ കൊച്ചച്ഛൻ നിന്റെ അച്ഛനാരാ? നിന്റെ വലിയ അച്ഛൻ. അപ്പൊ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് കം കസിൻസ്. നീ എന്തിനാ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് കച്ചവടം നടത്തുന്നത്? വലിയ വീടൊക്കെ എന്റെ അളിയാ. അവര് കാണുമ്പോ നമുക്ക് കാശിനോട് ആർത്തില്ലാന്ന് തോന്നിട്ട്. ഇതെന്റെ വണ്ടി മാത്രമല്ലടാ, പിന്നെ എന്റെ ഭാര്യയും കൂടെ. നീ വണ്ടി ഓട്ടിക്കല്ലാണ്ട് വേറെന്തെങ്കിലും പരിപാടി ഉണ്ടോ ഇതില്? ഞാനും ഇവളും അല്ല വണ്ടി ഒരുമിച്ചാ കുളിക്കാറ്. വൈകുന്നേരം ഒരുമിച്ചിരുന്ന ചായ കുടിക്കുന്നു. നീ ഒന്ന് ആലോചിച്ച് നോക്കി അളിയ. എനിക്ക് ഇത്ര ഇണചേരുന്ന ഒരു വണ്ടി വേറെ ഉണ്ടാ? ഇണങ്ങുന്നേ നല്ല അളിയ. വണ്ടി വിറ്റതിന് ശേഷം അവന്റെ വീട്ടിലൊന്നും പോയി ഇരിക്കല്ലേ. ഇവളെ ഒരാഴ്ച അവനും ഒരാഴ്ച എന്റെ വീട്ടിൽ നിർത്തുന്ന കണക്ക് വല്ല വകുപ്പുണ്ടോ അളിയ? പോക്കൃത്തരം പറയരുത്. ഇത് ഡൈവോഴ്സ് ആയിട്ട് നിന്റെ മോളെ അവന് കൊടുക്കുമല്ലേ? വേണ്ട Three, two, this is sorry, Ashki. Yeah, guys, എൻ്റെ ഫേസ് റിവീൽ ആയിട്ടുണ്ട്. ഓക്കെ, അത് വേറെ എവിടെ ഇടാളാ? അതെ എല്ലാവർക്കും